ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് നമ്മുടെ ടൂ വീലറിൻ്റെ ചെയിൻ നമ്മൾക്ക് എങ്ങനെ ടൈറ്റ് ചെയ്യാമെന്ന് നോക്കാം. എത്ര ലൂസായിരിക്കണം, എത്ര പ്ലേ ഉണ്ടായിരിക്കണമെന്ന് നമ്മുടെ ചേസിൽ തന്നെ അവിടെ സ്റ്റിക്കറിൽ എഴുതിയിട്ടുണ്ടാവും. അതായത് 1 ഇഞ്ച് ആയിരിക്കണം പ്ലേ ഉണ്ടായിരിക്കേണ്ടത്, മുകളിലോട്ടും താഴോട്ടും ഉള്ള പ്ലേ. അപ്പോൾ വീലിൻ്റെ ആക്സിൽ നട്ടും ബോൾട്ടും ലൂസ് ചെയ്തതിന് ശേഷം പുറകിൽ കാണുന്ന അഡ്ജസ്റ്റർ നട്ടും ബോൾട്ടും ലൂസ് ചെയ്യാം. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടൈറ്റ്നെസ് ചെക്ക് ചെയ്യുക. ഏകദേശം 1 ഇഞ്ച് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഈ വീലിൻ്റെ ആക്സിൽ നട്ടിൻ്റെ അവിടെ മാർക്കിംഗ് ഉണ്ടാവും, അത് ശ്രദ്ധിച്ച് നോക്കുക. ഈ മാർക്കിങ് അത് തന്നെയായിരിക്കണം അപ്പോഴേ നമ്മൾ റെഫർ ചെയ്യേണ്ടത്. മറുഭാഗത്ത് അതേപോലെ മാർക്കിംഗ് ഉണ്ടാവും, ചെറിയ വരയും വലിയ വരയൊക്കെ ആയിട്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ എത്രയാണോ ഈ സൈഡിലുള്ളത് അതേപോലെ തന്നെ മറുഭാഗത്തും സെറ്റ് ചെയ്യുക. ഒരിക്കലും നമ്മൾ പുറകിൽ ടൈറ്റ് ചെയ്യുന്ന നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും അതിൻ്റെ ലെങ്ത് നോക്കിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യരുത്. എപ്പോഴും ഇതിൻ്റെ ഉള്ളിലുള്ള ലൈനുകൾ നോക്കി അതിൻ്റെ അകലം എത്രയാണോ, എത്ര ലൈനുകൾ നിങ്ങൾക്ക് അവിടെ കാണാം, അത് മാത്രം നോക്കിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രണ്ട് സൈഡും ഈക്വലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ വീൽസ് സൈഡിലോട്ടൊക്കെ തേഞ്ഞ് പോകും. അതിൻ്റെയൊക്കെ പ്രധാന കാരണം ഇത് അൺഈവനായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഇങ്ങനെ ഓരോ പ്രാവശ്യവും നിങ്ങൾ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കുറച്ച് ലൂസായി പോയിട്ടുണ്ട്, നമ്മൾ മറുഭാഗത്ത് കുറച്ച് ടൈറ്റ് ചെയ്തതിൻ്റെയാണ്. ഓരോ പ്രാവശ്യം ടൈറ്റ് ചെയ്യുക, അതിൻ്റെ ടൈറ്റ്നെസ് കൈകൊണ്ട് നോക്കുക. ഇത് റൊട്ടേറ്റ് ചെയ്യണം. നിങ്ങൾ ഒരു ഭാഗത്ത് മാത്രം നിർത്തിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കരുത്. വീല് വണ്ടി സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഈ തരത്തിൽ റൊട്ടേറ്റ് ചെയ്യണം നമ്മൾ വീൽസ്. ഇപ്പോഴേ ഏകദേശമായിട്ടുണ്ട്, കുറച്ചും കൂടി ടൈറ്റ് ചെയ്യണം. ഒരിക്കലും ഓവറായിട്ട് ടൈറ്റ് ചെയ്തരുത്. ഓവറായിട്ട് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ സ്പ്രോക്കറ്റ് പെട്ടെന്ന് തേയ്മാനം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് നോയ്സ്, കിറെന്നുള്ള നോയ്സ് നമ്മൾക്ക് വണ്ടിക്കകത്തുനിന്ന് കേൾക്കാൻ പറ്റും. ഇവരെഴുതിയിരിക്കുന്ന പ്രകാരം കൃത്യം 1 ഇഞ്ച്, ഏകദേശം 1 ഇഞ്ച് നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ രണ്ടാമത്തെ വരയുടെ അത്രയും, നടുക്കത്തെ വരയുടെ അവിടെ ചെയിൻ നിൽക്കുവാണെങ്കിൽ മുകളിലോട്ടും താഴോട്ടും, അതായത് മുകളിലത്തെ ഏറ്റവും എൻഡിലോട്ടും വിരലിൻ്റെ രണ്ടാമത്തെ വരയുടെ അവിടെ വരത്തക്ക രീതിയിൽ പ്ലേ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 സൈഡും ഈക്വലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി റഫർ ചെയ്യേണ്ടത് ഈ സെൻറ്ററിൽ കാണുന്ന ആക്സിൽ നട്ടൽ ബോൾട്ടിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു മാർക്കിംഗ് ഉണ്ടാവും, ആ മാർക്കിംഗ് നോക്കിയായിരിക്കണം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എല്ലാ ഭാഗങ്ങളും നോക്കണം. ഒരിക്കലും നിർത്തി അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കരുത്. ഓരോ ഭാഗവും ഒന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് ടൈറ്റ്നസ് നോക്കുക. ഈ രീതിയിൽ മാത്രം നിങ്ങൾ ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. ടൈറ്റ് ചെയ്തതിന് ശേഷം ലോക്ക് നട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ലൂസ് ചെയ്ത സെൻട്രൽ ആക്സിൽ നട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കുക.